മാസം മെയ് 18-നാണ് കേരളത്തിനകത്ത് വി.ഡി. സതീശന്റെ നേതൃത്വത്തിലുള്ള യു.ഡി.എഫിന്റെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നത്. യഥാർത്ഥത്തിൽ ഒരു മധുവിധു കാലം എന്നൊക്കെ പരാമർശിക്കാവുന്ന ഒരു സമയമേ ഈ ഗവൺമെന്റിന്റെ ഭരണം തുടങ്ങി ആയിട്ടുള്ളൂ. എന്നാൽ നിരവധിയായ പ്രശ്നങ്ങൾ ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഈ സർക്കാർ വരുത്തിവെക്കുകയാണ്. ഈ സർക്കാർ അധികാരത്തിലേറിയത് മുതൽ നിരവധിയായ വിവാദങ്ങളും പ്രശ്നങ്ങളുമെല്ലാം നമ്മുടെ സമൂഹത്തിനകത്തേക്ക് കടന്നു വരികയാണ്. ഈ സർക്കാർ അധികാരമേറ്റത് തന്നെ നമുക്കറിയാം, കേരളത്തിനകത്ത് നിയമസഭയ്ക്കകത്ത് ചരിത്രത്തിലില്ലാത്ത വിധം വന്ദേമാതര ഗാനം ആലപിച്ചുകൊണ്ടാണ്. വന്ദേമാതര ഗാനം ആലപിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിരവധിയായ പ്രശ്നങ്ങൾ ഉയർന്നു വന്നിരുന്നു. അതിനകത്ത് രണ്ടുപേരി മാത്രമാണ് യഥാർത്ഥത്തിൽ ദേശീയ ഗീതമായി പോലും നമ്മുടെ രാഷ്ട്രം അംഗീകരിച്ചത്. പക്ഷെ നമ്മുടെ നിയമസഭയ്ക്കകത്ത് അത് മുഴുവനായി ചൊല്ലുന്ന സ്ഥിതി വന്നു. ഈ വിഷയങ്ങളെല്ലാം കേരളത്തിൽ ഉയർന്നു വന്ന സമയത്ത് വി.ഡി. സതീശൻ പറഞ്ഞതെന്താ, ഞാനത് അറിഞ്ഞില്ല, ഞാൻ മുഖ്യമന്ത്രിയായി വരുന്നല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ അത് ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ്. അതിനുശേഷം വന്ന വിവാദം എന്താ, PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേരളത്തിനകത്ത് ഒട്ടേറെ ചർച്ചകൾ നടന്നതാണ്. ഇടതുപക്ഷത്തെ ആക്രമിക്കാൻ, അതുപോലെ മന്ത്രിമാരെ ആക്രമിക്കാൻ എല്ലാം UDF തെരഞ്ഞെടുത്ത ഒരു വഴിയായിരുന്നു PM ശ്രീയുടെ വിവാദവുമായി ബന്ധപ്പെട്ട്. ഇപ്പൊ UDF സർക്കാർ ചെയ്തതെന്താ, UDF സർക്കാർ നേരിട്ട് ഇവരുമായി ബന്ധപ്പെട്ട് ഒപ്പിടുകയാണ്. PM ശ്രീയുമായി ബന്ധപ്പെട്ട് RSSന്റെ അജണ്ടകൾ അതേപോലെ നടപ്പിലാക്കുന്ന ഒരു ഗവൺമെന്റായി കേരളത്തിനകത്ത് UDFന്റെ സർക്കാർ മാറുകയാണ്. കഴിഞ്ഞ സർക്കാർ എന്തോ ചെയ്തു എന്ന മട്ടിലാണ് ഇവർ അവതരിപ്പിക്കുന്നത്. കഴിഞ്ഞ സർക്കാർ ധാരണാപത്രം മാത്രമാണ് ഒപ്പുവെച്ചത്. അതിനുശേഷമാണ് ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങൾ ഉയർന്നു വന്ന സമയത്ത് അതെല്ലാം ഒഴിവാക്കി മരവിപ്പിക്കുന്ന സമീപനം LDFന്റെ ഗവൺമെന്റ് സ്വീകരിച്ചത്. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നതിന് മുമ്പേ എന്തെല്ലാം കാര്യങ്ങളായിരുന്നു നിങ്ങൾ നാട്ടിലും അതുപോലെ സമൂഹത്തിനകത്തും പ്രചരിപ്പിച്ചത്. ഞങ്ങൾ വന്നാൽ ഇതെല്ലാം അറബിക്കടലിൽ എറിയുമെന്ന് പറഞ്ഞു. ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ കേരളത്തിനകത്ത് PM ശ്രീ എന്ന് പറയുന്ന ഒരു പദ്ധതിയെ ഉണ്ടാവില്ലെന്ന് നിങ്ങൾ പ്രതികരിച്ചില്ലേ. ഇപ്പോൾ എന്തായി, PM ശ്രീ പദ്ധതിയെ വളരെ ഇരുകൈയും നീട്ടി ഒരു പ്രയാസവുമില്ലാതെ ഇവർ സ്വീകരിച്ചു കഴിഞ്ഞു. ഇങ്ങനെ നിരവധിയായ പ്രശ്നങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലായി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്.